ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയെ മാലിന്യമുക്തമാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, ശുചിത്വ സമിതികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പദ്ധതി. സമ്പൂർണ്ണ ശുചിത്വ നഗരം എന്ന സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോർപ്പറേറ്റ് പ്രീണനമാണ് മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക അജണ്ടയെന്ന് കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ കൃഷ്ണപ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എൻജിഒ യൂണിയൻ കലക്ടറേറ്റ് മാർച്ചും ധർണയും. മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനത്തോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. പുതിയ കർമ്മ പദ്ധതികളൊരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. സെക്യൂരിറ്റി ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് AITUC ജില്ലാ സെക്രട്ടറി EC സതീശൻ. വാർത്തകൾ വിശദമായി. ഹൈക്കോടതി മീഡിയേഷൻ കമ്മിറ്റി 19 നടത്തിയ ചർച്ചയിലും മാനേജ്മെന്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത സാഹചര്യത്തിൽ ജില്ലയിലെ നഴ്സുമാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിച്ചു. കുറഞ്ഞത് 20,000 രൂപയെങ്കിലും വേതനം വേണമെന്ന നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് UNA ജില്ലയിൽ സമരം ശക്തമാക്കിയത്. പ്രതീക്ഷ കൈവിട്ട നിലയിലാണ് നഴ്സുമാർ. ഹൈക്കോടതി മീഡിയേഷൻ കമ്മിറ്റി 19 നടത്തിയ ചർച്ചയിലും മാനേജ്മെന്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. കുറഞ്ഞത് 20,000 രൂപയെങ്കിലും അടിസ്ഥാന വേതനം വേണമെന്ന ആവശ്യത്തിൽ നഴ്സുമാരുടെ സംഘടനയും അത് അംഗീകരിക്കാതെ ആശുപത്രി മാനേജ്മെന്റുകളും നിലപാടെടുത്തതോടെ കൂട്ടവധിയെടുത്ത് UNA സൂചനാ പണിമുടക്ക് നടത്തി. ജില്ലയിലെ 22 ആശുപത്രികളിൽ നിന്നായി 500-ലധികം നഴ്സുമാരാണ് കലക്ടറേറ്റിന് മുന്നിൽ നടന്ന കൂട്ടധർണയിൽ അണിനിരന്നത്. ഇനി മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നഴ്സുമാർ. ചർച്ചയിൽ തങ്ങളുടെ ഒരാവശ്യവും അംഗീകരിക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറായില്ലെന്ന് UNA ജില്ലാ പ്രസിഡന്റ് അനു ജോൺ പറഞ്ഞു. ഞങ്ങളുടെ സമരം എന്ന് വെച്ചത് 21ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ച് ഇപ്പോൾ കളക്ടറേറ്റിന് മുമ്പിൽ വന്ന് ഞങ്ങൾ സമരം തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ നമുക്ക് ഹൈക്കോടതിയുടെ മീഡിയേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ചർച്ച വൻ പരാജയമായിരുന്നു. മാനേജ്മെന്റ് ഒന്നും സമ്മതിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതിനുശേഷം അതുകൊണ്ടാണ് ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഒരു പണിമുടക്കാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കാതെ ആൾക്കാരെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്നത്. നാളത്തേക്ക് ഏത് രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും അതൊരു ശക്തമായൊരു പ്രതിഷേധം തന്നെയായിരിക്കും കേരളത്തെ അലയടിക്കാൻ പോകുന്നതെന്നാണ് എനിക്കിപ്പോൾ പറയുന്നത്. INEയുടെ പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്താൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് സാധ്യതയുള്ളൂ എന്ന നിലപാടെടുത്തതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ കൂട്ടാവധിയെടുത്തതിനാൽ 1/3 ജീവനക്കാർ മാത്രമാണ് ജോലിയിലുണ്ടായിരുന്നത്. നഴ്സുമാരുടെ ആവശ്യങ്ങൾ അതേപടി അംഗീകരിച്ചാൽ ആശുപത്രികളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. കോർപ്പറേറ്റ് പ്രീണനമാണ് മോദി സർക്കാരിന്റെ സാമ്പത്തിക അജണ്ടയെന്ന് കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ കൃഷ്ണപ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി കേരള എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ്
കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന ജീവനക്കാർ മാർച്ചും ധർണയും നടത്തിയത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, കാര്യക്ഷമവും ജനോന്മുഖവുമായ സിവിൽ സർവീസിനായുള്ള പ്രവർത്തനങ്ങളിൽ അണിചേരുക, വർഗീയതയെ ചെറുക്കുക, മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് NGO യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കൂട്ടധർണ കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് പ്രീണനമാണ് മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക അജണ്ടയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓരോ 18 ദിവസങ്ങൾ കൂടുമ്പോഴും പ്രധാനമന്ത്രി വിദേശത്തേക്ക് പറക്കുകയാണ്. ഇത്രയുമധികം തവണ വിദേശത്തേക്ക് പര്യടനം നടത്തിയ പ്രധാനമന്ത്രി ചരിത്രത്തിലുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേറ്റ് പ്രീണനമാണ് മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക അജണ്ട. സാമ്രാജ്യത്വ മൂലധന ശക്തികളെ സംരക്ഷിക്കലാണ് ആ ഗവൺമെന്റിന്റെ നയപരിപാടി. ഒപ്പം തന്നെ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ബ്രാഹ്മണിക് മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ പിന്നോട്ടടിക്കുക എന്നുള്ളതാണ് BJP ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അജണ്ട. കൃത്യമായും RSSന്റെ തീട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. രാജചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M. മുരളീധരൻ, ജില്ലാ ട്രഷറർ TA. അഷ്റഫ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP. സന്തോഷ്, KP. രാജേഷ്, സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാർഷിക മേഖല എടുത്ത് പരിശോധിക്കൂ. മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനത്തോടെയാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ പുതിയ കർമ്മ പരിപാടിയും ഇതിനായി ഒരുക്കിക്കഴിഞ്ഞു. നളന്തയിൽ നടന്ന യോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനത്തോടെയാണ് ആഘോഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ ഒരുക്കുന്നത്. ഇത് സംബന്ധിച്ച കർമ്മ പരിപാടികളാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ചയായത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അത് മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നോക്കി ക്രമീകരിച്ച് കൊണ്ടുപോകുന്ന വീട്ടിലാണെങ്കിൽ വളരെ ഭംഗിയായി, അതായത് എന്റെ ഗ്യാസ് കണക്ഷൻ 2 തവണ കട്ടായി. എന്താണെന്നറിയോ? ഈ LPG വാങ്ങാത്തത് കൊണ്ട്. രണ്ടാമത് പിന്നെ വക്കീലിനെ കണ്ട് 250 രൂപ കൊടുത്ത് പേപ്പർ ഉണ്ടാക്കേണ്ടി വന്നു. കാരണം എനിക്ക് എന്റെ വീട്ടിലെ ബയോഗ്യാസ് മതി മുള്ള തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത്. 70 ഗ്രാമപഞ്ചായത്തുകൾ, 7 മുനിസിപ്പാലിറ്റികൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ എന്നിവ കേന്ദ്രീകരിച്ചാണ് ബൃഹത്തായ പദ്ധതി തയ്യാറാക്കുന്നത്. ജില്ലാതല പരിശീലനത്തിനു പുറമെ നാദാപുരം പഞ്ചായത്ത് ഹാൾ, കോഴിക്കോട് ടൗൺ ഹാൾ, കൊയിലാണ്ടി EMS സ്മാരക ടൗൺ ഹാൾ എന്നിവിടങ്ങളിൽ മേഖലാതല പരിശീലനവും നൽകുന്നുണ്ട്. പ്രാദേശിക വാർഡ് തല പ്രവർത്തനങ്ങളിലൂടെ നഗരം മാലിന്യമുക്തമാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. സെക്യൂരിറ്റി ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പല പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പാക്കാതിരിക്കുകയാണെന്ന് AITUC ജില്ലാ സെക്രട്ടറി EC സതീശൻ. കോഴിക്കോട് നടക്കുന്ന കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ വിവരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റി മേഖലക്ക് വലിയ പരിരക്ഷ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് എത്തേണ്ട ഒരു വിഭാഗം എന്ന നിലയിൽ അവരെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ സംസ്ഥാനത്ത് വേണ്ടത്ര രീതിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല. കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC സംസ്ഥാന സമ്മേളനം ജൂലൈ 23, 24 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സെക്യൂരിറ്റി ജീവനക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണമാണെന്നും വിദേശ കുത്തകകൾ മുതൽ ലോക്കൽ ഏജൻസികൾ വരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാവരും തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആധുനിക സമൂഹവും സ്വകാര്യ സെക്യൂരിറ്റി മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ നിർവഹിക്കും. 「ワールドカップ」 ഒരിടവേള.
I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല, 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി? പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251 0495323136. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ വരവേൽക്കുന്നത് ഡ്രെയിനേജ് നിറഞ്ഞൊഴുകുന്ന മലിനജലം. 3 ആഴ്ചയോളമായി യാത്രക്കാരെ വലയ്ക്കുകയാണ് റോഡിലും സമീപ പ്രദേശങ്ങളിലും നിറഞ്ഞൊഴുകുന്ന മലിനജലം. ദുർഗന്ധം കാരണം മൂക്ക് പൊത്തേണ്ട അവസ്ഥയിലാണ് നിലവിൽ. ലക്ഷക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി എത്തുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനു മുന്നിലെ കാഴ്ചയാണിത്. ഡ്രൈനേജ് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ദുർഗന്ധം കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡ്രൈനേജിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന മലിനജലം റോഡിലും സമീപ പ്രദേശങ്ങളിലും തളം കെട്ടി നിന്നിട്ടും നാളിതുവരെ അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. നഗരത്തിൽ മഴ കൂടി ശക്തമായതോടെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഈ പ്രദേശത്തെ യാത്ര. 3 ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയുടെ മേലെയായി. ഇത്രമാത്രം വെള്ളത്തിന് ഭയങ്കര ദുർഗന്ധമാണ്. ഇവിടുന്ന് ഡ്രൈനേജൊക്കെ കൂടി ഈ ലൈനിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് എല്ലാം കൂടി ഇവിടെ ഈ ഏരിയയിൽ ബ്ലോക്കായിട്ട് ഭയങ്കര സ്മെല്ലാണ്. മൂക്ക് പൊത്തിയിട്ടാണ് ഇത് വഴി കൂടെ നടക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇത് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നോട്ടം ഇല്ലാണ്ട് അവർ വളരെ ലേസി ആയിട്ട് ഒരു തീരുമാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ഈ സംഭവം ഇത്രയും കാലമായിട്ട്. മഴ പെയ്യുമ്പോൾ ഇത് കാലിന് ഇത്ര തന്നെ വെള്ളം വരും. വണ്ടി തന്നെ ടയർ മൂടുന്ന രീതിയിൽ വെള്ളം നിറഞ്ഞു വെക്കലാണ് സാധാരണ. അതുകൊണ്ട് ഇപ്പോൾ വളരെ ദുർഘടമാണ് ഈ വഴിക്കുള്ള യാത്ര. ആൾക്കാരെ പോകുമ്പോഴല്ല ഈ വെള്ളം മേത്തേക്ക് തെറിച്ചിട്ട് ഭയങ്കര ദുർഗന്ധമാകാണ്. വസ്ത്രം എല്ലാം വളരെ മോശമായിട്ട് കേടായി പോവുകയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. നടപടി സ്വീകരിക്കേണ്ട കോർപ്പറേഷൻ നിഷ്ക്രിയത്വം തുടരുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ആത്മാർത്ഥതയും സ്നേഹവും മുഖമുദ്രയായുള്ള പൊതുപ്രവർത്തകനായിരുന്നു MR പ്രസാദ് എന്ന് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരിച്ചു. DCCയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU സ്ഥാപക നേതാവും അഭിവക്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന MR പ്രസാദിന്റെ ചരമവാർഷികം ആചരിച്ചു. DCCയിൽ നടന്ന ചടങ്ങിൽ
മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥതയും സ്നേഹവും മുഖമുദ്രയായുള്ള പൊതുപ്രവർത്തകനായിരുന്നു MR പ്രസാദ് എന്ന് ആര്യാടൻ അനുസ്മരിച്ചു. സ്ഥാനമോഹങ്ങളില്ലാതെ പ്രവർത്തിക്കുകയും കൂടെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രയത്നിക്കുകയും ചെയ്തു. പാർട്ടിക്കപ്പുറത്തേക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നും ആര്യാടൻ പറഞ്ഞു. ആർക്കും ഏത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഏത് ഓഫീസിലാണെങ്കിലും ഏത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലും അത് അന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കാലമാണ്. എന്നാലും ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തൻ്റെ സുഹൃത്തുക്കളാക്കി കണക്കാക്കി അവരോടടുത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ അന്ന് ഞങ്ങൾ പോലും ശ്രീ പ്രസാദിനെയാണ് ഏൽപ്പിക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. അനുസ്മരണ സമിതി ചെയർമാൻ KC അബു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് T സിദ്ദിഖ്, GC പ്രശാന്ത് കുമാർ, കണ്ടിയിൽ ഗംഗാധരൻ, KV സുബ്രഹ്മണ്യൻ, അനുസ്മരണ സമിതി ജനറൽ കൺവീനർ N ബാലൻ, കൺവീനർ PV അബ്ദുൽ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. അന്നശ്ശേരി പാടത്ത് ഇത്തവണയും ബിന്ദുവിന്റെ കരനെൽ കൃഷിയിൽ കതിരുകൾ ഇട്ടു തുടങ്ങി. ഒരു ഹോബിയിലൂടെ തുടങ്ങിയ കൃഷി ഇപ്പോൾ ഉപജീവനത്തിന് ഉപകരിക്കുന്നതോടൊപ്പം ലാഭകരവുമാണെന്ന് ബിന്ദു സാക്ഷ്യപ്പെടുത്തുന്നു. അന്നശ്ശേരി പാടത്ത് വിത്തെറിഞ്ഞ കൊല്ലരുകണ്ടി ബിന്ദുവിന്റെ കരനെൽ കൃഷിയിൽ പ്രതീക്ഷയുടെ പൊൻകതിരുകളിട്ടു തുടങ്ങി. അന്നശ്ശേരി പുനത്തിൽ താഴെ വയലിലെ തെങ്ങിൻ തോപ്പിലാണ് 3.5 ഏക്കറോളം സ്ഥലത്തെ കരനെൽ കൃഷി കണ്ണിനും കരളിനും ഹരിതശോഭ പകർന്ന് കതിരിടാൻ തുടങ്ങിയത്. ഉമ മട്ടത്രിവേണി ഇനത്തിൽപ്പെട്ട നെല്ലുകളാണ് ബിന്ദു കൃഷി ചെയ്യുന്നത്. കന്നിക്കൃഷിയും മകരകൃഷിയും ചെയ്യുന്നുണ്ട്. കൂടാതെ നേന്ത്രവാഴ, പച്ചക്കറി, കക്കിരി, മരച്ചീനി എന്നിവയും ബിന്ദുവിന്റെ തോട്ടത്തിൽ സമൃദ്ധമാണ്. വീട്ടിലെ മണ്ണിരവളം, കോഴിവളം തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ജൈവകൃഷിയാണ് ബിന്ദു ചെയ്യുന്നത്. വിത്തുവിത മുതൽ വിളവ് വരെയുള്ള കൃഷിപ്പണി ചെയ്യുന്ന ബിന്ദു രാവിലെ 6:30 പാടത്തെത്തും. ബിന്ദുവിന്റെ കൃഷിയോടുള്ള താല്പര്യം കണ്ട് നാട്ടുകാർ സൗജന്യമായാണ് കൃഷി ചെയ്യാൻ ഭൂമി വിട്ടു നൽകുന്നത്. 2014 വരെ തുടർച്ചയായി 3 വർഷം മികച്ച പച്ചക്കറി കർഷകയ്ക്കുള്ള ജില്ലാതല അവാർഡ് ബിന്ദുവിനായിരുന്നു. കരനെല്ല് ചെയ്യുന്നു. ഇപ്രാവശ്യം കരനെല്ലും പിന്നെ കന്നി നെല്ലും മകരനെല്ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. 3.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. സഹായത്തിന് വെച്ചാൽ അത് ഇല്ല, ഞാൻ സ്വന്തം തന്നെയാണ്. ട്രാക്ടർ ഉഴുത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാ ജോലിയും വളം കൊണ്ടിടും എല്ലാം ചെയ്തത് ഞാൻ തന്നെ. വളവും ഇത് വെണ്ണീരും ഒക്കെ ചേർത്തിട്ട് നെൽവിത്ത് വിതയ്ക്കാൻ ഒരാളുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാനും തന്നെ എൻ്റെ ചേച്ചിയും കൂടി അപ്പുറം വേറെ സ്ഥലത്തൊക്കെ കൊണ്ട് ചേർത്തറി. ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്ന ബിന്ദു അടുക്കളത്തോട്ടം മത്സരത്തിലൂടെയാണ് കൃഷി ഒരു ജീവിതവ്രതമാക്കിയത്. ഒരു ഹോബിയിലൂടെ തുടങ്ങിയ കൃഷി ഇപ്പോൾ ഉപജീവനത്തിന് ഉപകരിക്കുന്നതോടൊപ്പം ലാഭകരവുമാണെന്ന് ബിന്ദു സാക്ഷ്യപ്പെടുത്തുന്നു. ബിന്ദുവിനെ സഹായിക്കാൻ LSE ഏജന്റായ ഭർത്താവ് മോഹനുമുണ്ട് ഒപ്പം. കരനെല്ല് കതിരിട്ടതോടെ സർക്കാരിന്റെ ഒരു മുറം പച്ചക്കറി കൃഷിയുടെ തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ് ബിന്ദു. കേരള സോപ്സ് എംപ്ലോയീസ് യൂണിയൻ സൂചനാ പണിമുടക്കും ധർണയും നടത്തി. CITU ജില്ലാ ട്രഷറർ T ദാസൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ സമരം. 7 വർഷമായി കേരള സോപ്സിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കേരള സോപ്സിലെ തൊഴിലാളികൾ സമരം നടത്തുന്നത്. കൂടാതെ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും 8% കമ്മീഷൻ പറ്റുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നും കോഴിക്കോടിന്റെ പൈതൃക സ്ഥാപനമായ കേരള സോപ്സിനെ സ്വതന്ത്ര സ്ഥാപനമാക്കി സംരക്ഷിക്കണമെന്നും ഇൻകലിന് നിർദ്ദേശിച്ച കേരള സോപ്പിന്റെ 3.5 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കേരള സോപ്സ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ CITU ജില്ലാ ട്രഷറർ T ദാസൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം അന്ന് കേരളത്തിലെ ജനങ്ങളോടും പണിയെടുക്കുന്ന തൊഴിലാളികളോടുമായി വാഗ്ദാനം നൽകി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കോഴിക്കോട് അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സംരക്ഷിക്കുന്ന നിലപാടെടുക്കും എന്ന് പറഞ്ഞു. KV വിജേഷ് അധ്യക്ഷത വഹിച്ചു. MC അഹമ്മദ്, ലക്ഷ്മണൻ, CP സുലൈമാൻ, MM സുഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart.
Chemanur. Bobby Chemanur International Jewelers. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഓഗസ്റ്റ് 1 മുതൽ 4 വരെ ന്യൂയോർക്കിൽ നടക്കുന്ന ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് സബ്മിറ്റിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൽ നിന്നും JCIയിലെ 2 പേരാണ്. ജയഗോപാൽ ചന്ദ്രശേഖരൻ, സന്ധ്യ വർമ്മ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലേഡിയായി സന്ധ്യ വർമ്മ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ ജയഗോപാൽ ചന്ദ്രശേഖരൻ. ഇത് JCI യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ സമ്മിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്താറുള്ളത്. അപ്പൊ ഈ കൊല്ലം അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ അതിലേക്ക് പങ്കെടുക്കാനുള്ള ക്ഷണം JCI ഇന്റർനാഷണൽ ലെവലിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സന്ധ്യ is also very lucky because Sandhya has been nominated by JCI India. JCI Indiaന്റെ is the only lady representing from India for the summit. മെയിൻ 3 ഏരിയാസ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. വൺ ഇസ് റിമൂവിംഗ് എക്സ്ട്രീം പോവർട്ടി, സെക്കൻഡ് ഇൻഈക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്, ആൻഡ് തേർഡ് ഇസ് ക്ലൈമറ്റ് ചേഞ്ച്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 4 വരെ ന്യൂയോർക്കിൽ നടക്കുന്ന ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് സബ്മിറ്റിലേക്ക് ഇന്ത്യയിൽ നിന്നും 2 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നും JCI ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ജയഗോപാൽ ചന്ദ്രശേഖരനെയും JCI കാലിക്കറ്റ് സന്ധ്യാവർമ്മ JCയുമാണ് തിരഞ്ഞെടുത്തതെന്ന് JCI കാലിക്കറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇസ്രായേലുമായി ബന്ധം ശക്തമാക്കിയ പ്രധാനമന്ത്രി മോദി ആയുധം മാത്രമല്ല സയനിസ്റ്റ് രാഷ്ട്രീയ ചിന്ത കൂടിയാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. CPM നേതൃത്വത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM നേതൃത്വത്തിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലുമായി ബന്ധം ശക്തമാക്കിയ പ്രധാനമന്ത്രി മോദി ആയുധം മാത്രമല്ല സയനിസ്റ്റ് രാഷ്ട്രീയ ചിന്ത കൂടിയാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നത്. ഇതിനു മുമ്പൊക്കെ വിവിധ രാഷ്ട്ര നേതാക്കന്മാർ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അവർ നിഷ്പക്ഷരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ ചെല്ലുന്നവർ തൊട്ടടുത്തുള്ള പലസ്തീൻ തലസ്ഥാനമായി ഇപ്പോൾ കണക്കാക്കുന്ന രാമള്ള എന്ന നഗരവും കൂടി സന്ദർശിക്കാറുണ്ട്. ഈ ചെല്ലുന്നവരുടെ നിലപാട് എന്തായാലും അങ്ങനെയാണ് ഒരു നിലപാട് അവർ സ്വീകരിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ പലസ്തീൻ്റെ മണ്ണിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. RSSന്റെയും ഇസ്രായേലിന്റെയും പ്രധാന അജണ്ട മുസ്ലിം വിരോധമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കുവഹിക്കാത്ത RSSുകാർ സാമ്രാജ്യത്വത്തിന്റെ ദല്ലാളന്മാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ TP ദാസൻ അധ്യക്ഷത വഹിച്ചു. K ദാമോദരൻ വിഷയാവതരണവും നടത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് പ്രൊഫഷണൽ എക്സലൻസിൽ ചാവറ അക്കാദമി ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സുകൾ ആരംഭിച്ചു. 6 മാസത്തെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളാണ് പുതുതായി ആരംഭിച്ചത്. സ്വപ്നച്ചിറകിൽ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് പ്രതീക്ഷയേകുകയാണ് അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ്.
ഭാരതിയാർ പെരിയാർ പഞ്ചാബ് ടെക്നിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടിയ അക്കാദമി ഏവിയേഷൻ രംഗത്തെ ജില്ലയിലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പഠനം കഴിഞ്ഞാലുടൻ പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുന്ന സ്ഥാപനം 3 വർഷ BBA ഏവിയേഷൻ മാനേജ്മെന്റ്, 1 വർഷത്തെ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളാണ് പ്രദാനം ചെയ്യുന്നത്. തൊഴിൽ സാധ്യതകളേറുന്ന കോഴ്സിന് +2 ആണ് യോഗ്യത. പരിചയസമ്പന്നരായ ഫാക്കൽറ്റികളും 10 വർഷത്തെ ഏവിയേഷൻ മേഖലയിലെ പ്രവർത്തനവും അക്കാദമിയെ വ്യത്യസ്തമാക്കുന്നു. നല്ലൊരു കോച്ചിങ്, ഒരു ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കോച്ചിങ് കൊടുക്കുകയും ഇത് മാത്രമല്ല ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഈ മാർക്കറ്റിംഗ് മേഖലയിൽ അനന്ത സാധ്യതകൾ, അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും കുറേ ജോലികൾ ഏവിയേഷൻ മേഖലയിൽ പുറമെ ഈ മാർക്കറ്റിംഗ് ശോഭിക്കാനും മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപനം നടത്താൻ വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ കൊടുക്കുന്നത്. അക്കാദമിയുടെ സഹോദര സ്ഥാപനമായ ചാവറ അക്കാദമി ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗും പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 6 വർഷത്തെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളാണ് അക്കാദമി വാഗ്ദാനം ചെയ്യുന്നത്. ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളും സർട്ടിഫിക്കറ്റ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ കോഴ്സുകളാണ് നടത്തുന്നത്. കോഴ്സിൽ ഗൂഗിൾ, SEO, ലിങ്ക്ഡിൻ, മൊബൈൽ നെറ്റ്വർക്കിംഗ് മുതലായവ, ഇമെയിൽ മാർക്കറ്റിംഗ് എന്നിവയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കൂടാതെ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. BBA ഏവിയേഷനോട് കൂടി നടത്തുന്ന ഡിപ്ലോമ ഇൻ എയർപോർട്ട് എയർലൈൻ മാനേജർ കോഴ്സുകൾക്ക് 1 മാസത്തെ എയർപോർട്ട് ട്രെയിനിങ്ങും നൽകുന്നതാണ്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, PPC അഡ്വർടൈസിംഗ്, ഗൂഗിൾ അക്വേഡ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കണ്ടന്റുകളാണ് കോഴ്സിന്റെ പ്രത്യേകത. ക്ലാസ് റൂം കോച്ചിംഗ്, ട്രെയിനിംഗ്, ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ, കേസ് സ്റ്റഡീസ്, ലൈവ് പ്രൊജക്ട്സ് തുടങ്ങി വൈവിധ്യമാർന്ന സൗകര്യങ്ങളും അക്കാദമി ഉറപ്പുവരുത്തുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേറ്റ് പ്രീണനമാണ് മോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക അജണ്ടയെന്ന് കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N. കൃഷ്ണപ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ NGO യൂണിയൻ കലക്ടറേറ്റ് മാർച്ചും ധർണയും. മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനത്തോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. പുതിയ കർമ്മ പദ്ധതികളൊരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. സെക്യൂരിറ്റി ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് AITUC ജില്ലാ സെക്രട്ടറി EC സതീശൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.